സാഗരങ്ങളെ പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ സാഗരങ്ങളെ ഒരു നീയൻ ലോലമാമി ഏകതാരയിൽ ഒന്നിളവേൽക്കൂ ഒന്നിളവേൽക്കൂ സാഗരങ്ങളെ പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ. സാഗരങ്ങളെ എന്ന പാട്ട് വീണ്ടും വീണ്ടും കേൾക്കുമ്പോഴാണ് അത് പാടാൻ അല്ലെങ്കിൽ ട്യൂൺ വൈസ് അത് വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും അതിൽ ദാസാർ കൊടുത്തിരിക്കുന്ന ഒരു ഭാവതലത്തിൻ്റെ ഒരു നേരിയ വ്യത്യാസമുണ്ട്. അത് എങ്ങനെയാണത് ഇംപ്ലിമെൻ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് അദ്ദേഹം പാടിയതെന്ന് ഞാൻ ഇപ്പോഴും ആരാധനയോടെ അത്ഭുതത്തോടു കൂടിയൊക്കെ നോക്കി നിൽക്കുകയാണ്. കാരണം ഒരു ചലച്ചിത്രത്തിൽ ഒരു ടേപ്പ് റെക്കോർഡറിൽ നിന്ന് ഒഴുകി വരുന്നൊരു ഗാനം അത്രേ ഉള്ളൂ. പക്ഷേ കഥാപാത്രങ്ങൾ പരസ്പരം അങ്ങോട്ടൊന്നും സംസാരിക്കുന്ന പോലുമില്ല, പാട്ടിൻ്റെ പകുതി വരെയോളം. പാട്ട് ഒരു വഴിക്ക് ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ഉള്ള ട്യൂൺസ് ആണെങ്കിലും അതിൻ്റെ ബീജി വരുമ്പോൾ എല്ലാം അതിൻ്റെ കഥാപാത്രങ്ങളുടെ മാനസിക സംഘർഷം അതിനകത്ത് ഉടനീളം അതിൻ്റെ പ്രത്യേകിച്ച് അതിൻ്റെ സ്ട്രിങ്സ് ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ആ രീതിയിലാണ്. പൂക്കൾ ചിന്നിയ ശയ്യാതലത്തിൽ കാതരയാം ചന്ദ്രലേഖയും ഒരു ശോണരേഖയായി മായുമ്പോൾ വീണ്ടും തഴുകി തഴുകി ഉണർത്തും സ്നേഹസാന്ദ്രമാം ഏതു തരങ്ങൾ